കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ചായക്കടയിലെത്തിയ ഭാസ്കരൻ സന്തോഷത്തോടെ എല്ലാവരോടുമായി തൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം വിളിച്ചു പറയുന്നുണ്ട്. ചില ആക്രി ചവറുകൾ ഭാസ്കരന്റെ വീട്ടിൽ പെണ്ണ് വാഴില്ല, ഭാസ്കരന്റെ മക്കൾക്ക് പെണ്ണ് കിട്ടില്ലെന്ന് നാടുനീളെ പറഞ്ഞു നടക്കുന്നില്ലേ, അവരുടെ കൂടെ എന്ന് പറഞ്ഞ് ചേട്ടൻ ഗംഗാധരനെ വിളിച്ചോണ്ട് ഇടോ തൻ്റെ കൂടെ അറിവിലേക്കാ പറയുന്നേ. മഹാലക്ഷ്മി പോലൊരു പെണ്ണ് ഇന്ന് ഭാസ്കരന്റെ വീട്ടിലേക്ക് വരും എന്ന് ഭാസ്കരൻ പറയുന്നത് കേട്ട് കളിയാക്കി ചിരിച്ചോണ്ട് എന്താ ഭാസ്കരൻ വയസ്സാം കാലത്ത് മൂന്നാമതും കെട്ടിയോ എന്ന് ഗംഗാധരനും ചോദിക്കുന്നുണ്ട്. കേൾക്കെ ഭാസ്കരനും ചേട്ടന്റെ അടുത്തേക്ക് വന്ന് ഞാൻ കെട്ടിയതല്ലടോ ചെളുക്ക ചേട്ടാ, എൻ്റെ മോൻ, എൻ്റെ രണ്ടാമത്തെ മോൻ സുധീഷ്, അവനെ പെണ്ണ് കെട്ടി എന്ന് ഗംഗാധരന്റെ അരികിലുള്ള സ്റ്റൂളിൽ ഇരുന്നുകൊണ്ട് ഭാസ്കരൻ പറയുന്നുണ്ട്. അവനെ അവന്റെ ഭാര്യയുമായി വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് ഭാസ്കരൻ പറയുന്നത് കേൾക്കാൻ അമ്പരപ്പോടെ സത്യമാണോ ഭാസ്കരേട്ടാ എന്ന് ചായക്കടക്കാരനും ചോദിക്കുന്നുണ്ട്. ചുമ്മാ ഷോ കാണിക്കാനല്ലടാ വീടിന്റെ മുന്നിൽ പിള്ളേര് ലൈറ്റൊക്കെ ഇടുന്നത് എന്ന് പറഞ്ഞ് ചേട്ടൻ ഗംഗാധരന്റെ പുറത്ത് തട്ടിക്കൊണ്ട് സന്തോഷത്തോടെ കുറച്ചു നേരം കൂടി കഴിഞ്ഞാലേ എന്റെ മകനും മരുമകളും വീട്ടിലോട്ട് വരും, മനസ്സിലായോടാ പെരട്ട് കിളവാ എന്ന് ഗംഗാധരൻ പറയുന്നുണ്ട്. അതെന്താ ഭാസ്കരേട്ട ആരെയും അറിയിക്കാതൊരു കല്യാണം, വീട്ടുകാരെങ്കിലും അറിയിക്കണ്ടേ എന്ന് ചായക്കടക്കാരൻ ചോദിക്കുമ്പോൾ ഭാസ്കരൻ ഏത് വീട്ടുകാരടാ, ഈ ഇരിക്കുന്ന അലവലാതിയോ എന്ന് ചോദിച്ച് അവിടുന്ന് എണീറ്റ് പോയിക്കൊണ്ട് ഇവനോടൊക്കെ പറഞ്ഞ് എനിക്ക് കല്യാണം നടത്താൻ മനസ്സില്ല രാജാ എന്ന് ചായക്കടക്കാരനോടായി പറയുന്നുണ്ട്. വീണ്ടും ഗംഗാധരന് നേരെ തിരിഞ്ഞു നിന്ന് ഡോ മൈ ഡിയർ കൂടോത്രമേ, നീ ഇവിടെ തന്നെ ഇരുന്നോണം, എൻ്റെ മകനും മരുമകളും ദേ ഈ വഴിക്കാ വരിക എന്ന് റോഡിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞോണ്ട് കാണണമെന്നുണ്ടെങ്കിൽ ദേ ഇവിടെ ഇരുന്ന് കണ്ടോണം, അല്ലാതെ ആ പേരും പറഞ്ഞോണ്ട് വീട്ടിലോട്ട് വന്നാലുണ്ടല്ലോ കേട്ടോ. അപ്പോ പറഞ്ഞ പോലെ ഭാസ്കരൻ പോവുക എന്ന് എല്ലാവരോടുമായി പറഞ്ഞോണ്ട് എൻ്റെ മോനും മരുമകളും വരുമ്പോൾ സ്വീകരിക്കാൻ ഭാസ്കരൻ അവിടെ വേണം, അപ്പോ എല്ലാവർക്കും ബൈ എന്ന് പറഞ്ഞ് വീണ്ടും ചേട്ടനെ നോക്കി കേട്ടോടാ കൂടോത്രമേ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അവിടുന്ന് പോകുന്നുണ്ട് ഭാസ്കരൻ. എല്ലാം കേട്ട് ഗംഗാധരനും ആകെ ദേഷ്യത്തോടെ തന്നെ ഇരിക്കുന്നുണ്ട്. അവിടെ നിധിയുടെ വീട്ടിൽ ഡൈനിങ് ഹാളിലെ ചെയറിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹേമയുടെ അരികിലേക്ക് വെള്ളവുമായി സാന്ദ്ര എത്തുന്നുണ്ട്. ഈ വെള്ളമെങ്കിലും ഒന്ന് കുടിക്കാമേ എന്ന് സാന്ദ്ര പറയുമ്പോൾ കരച്ചിലോടെ എനിക്ക് വേണ്ട എന്ന് ഹേമയും പറയുന്നുണ്ട്. സാന്ദ്ര അവരുടെ അരികിലേക്കായി ഇരുന്നുകൊണ്ട് ഇങ്ങനെ കരഞ്ഞു പോയാ വീണു പോവും അമ്മേ എന്ന് പറയുമ്പോഴേക്കും ചാവട്ടെ, ഇനി എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്, രാജീവേട്ടൻ വരെ മുറിയിൽ പോയി കഥകടച്ചിരിക്കുക, എനിക്ക് ആളുടെ കാര്യം ഓർത്തിട്ടാ പേടി എന്ന് പൊട്ടിക്കരഞ്ഞ് പറയുമ്പോഴേക്കും രാജീവ് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കട്ടെ ഹേമേ എന്ന് സാന്ദ്രയുടെ അച്ഛനും പറയുന്നുണ്ട്. അമ്മയും പരിഭ്രമത്തോടെ അവിടുന്ന് എഴുന്നേറ്റുകൊണ്ട് ഇല്ല എൻ്റെ മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴേക്കും സാന്ദ്രയുടെ അമ്മയും അവിടുന്ന് എണീറ്റുകൊണ്ട് രാജീവേട്ടൻ മനോധൈര്യമുള്ള ഒരാളാ ഹേമേ, കുറച്ചു നേരം ഒന്ന് സമാധാനമായിട്ടിരിക്കട്ടെ എന്ന് സാന്ദ്രയുടെ അമ്മയും പറയുന്നുണ്ട്. ഇല്ല രേഖേ, എന്റെ മനസ്സ് എന്തൊക്കെയോ പറയുന്നു എന്ന് പറഞ്ഞ് വെപ്രാളത്തോടെ രാജീവേട്ടാന്നും വിളിച്ച് ഹേമ അവിടുന്ന് പോകുന്നുണ്ട്. പുറകെ തന്നെ സാന്ദ്രയും ചെല്ലുന്നുണ്ട്. ഹേമ വെപ്രാളത്തോടെ ചെന്ന് രാജീവിന്റെ റൂമിന്റെ ഡോറിന്റെ കതകിൽ തട്ടിക്കൊണ്ട് രാജീവേട്ടാ കതക് തുറന്നേ, രാജീവേട്ടാ എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നേ, കതക് തുറക്ക് രാജീവേട്ടാ എന്ന് പരിഭ്രമത്തോടെ വിളിക്കുമ്പോഴേക്കും ഹേമയുടെ വിളി കേട്ട് ഓരോന്നോർത്ത് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന രാജീവും തന്റെ കണ്ണീർ തുടച്ചുകൊണ്ട് കുറച്ചു നേരം ഞാനൊന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ ഹേമേ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കെ സാന്ദ്രയും അമ്മയോടായി ഞാൻ പറഞ്ഞില്ലേ അമ്മേ, അമ്മ ധൈര്യമായിട്ടിരിക്കെ എന്ന് ആശ്വസിപ്പിക്കുമ്പോഴേക്കും പേടിയായിട്ടാ മോളെ, എനിക്കറിയാം രാജീവേട്ടന്റെ മനസ്സ് എന്ന് ഹേമയും കരച്ചിലോടെ പറയുന്നുണ്ട്. ഒന്നും സംഭവിക്കില്ല അമ്മ വന്നേ എന്ന് ആശ്വസിപ്പിച്ച് സാന്ദ്ര ഹേമയെ കൂട്ടിക്കൊണ്ടുപോയി ഡൈനിങ് ഹാളിലെ ചെയറിലേക്ക് ഇരുത്തുന്നുണ്ട്. ഹേമയും കരച്ചിലോടെ ഈ സമയത്ത് എങ്ങനെ ഇരിക്കേണ്ട വീടാ, ഇങ്ങനെ ആയിപ്പോയില്ലോ മോളെ, നീ എപ്പോഴും അവളുടെ കൂടെ ആയിരുന്നില്ലേ, ഒരു സൂചന പോലും നിനക്ക് കിട്ടിയില്ലല്ലോ മോളെ എന്ന് സങ്കടത്തോടെ ചോദിക്കുമ്പോൾ സൂര്യയെ ആദ്യം എന്ന് സാന്ദ്രയും പറയുന്നുണ്ട്. അവനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവള് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പോലും ഇങ്ങനൊരു നാണക്കേടുണ്ടാവില്ലായിരുന്നു, അതിനു പകരം ഇങ്ങനൊരുത്തന്റെ കൂടെ പോവാണോ വേണ്ടത്, അവൾക്ക് അവനെ എത്ര കാലായിട്ട് അറിയാം, ആരാവൻ, ഇങ്ങനൊരുത്തന്റെ കൂടെ പോയി ജീവിക്കാൻ പറ്റുമോ, അയ്യോ അവരിപ്പോ എവിടെയാണ് എന്താണ് എന്നൊരു പിടിയുമില്ലല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് ഹേമയും പൊട്ടിക്കരയുന്നുണ്ട്. സാന്ദ്രയുടെ അമ്മ രേഖയും അപ്പോഴേക്കും സാന്ദ്രയെ വിളിച്ച് സാന്ദ്രേ അരുൺ എവിടെടി, ഇവരുടെ ഒപ്പം തിരിച്ചു വന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അറിയില്ല, ഞാൻ വിളിച്ചിട്ടെടുത്തില്ല എന്ന് സാന്ദ്ര പറയുമ്പോൾ ഇനിയിപ്പോ അവനെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ പോവോ, ഇനി ഞാൻ ഡ്രൈവർ ചെറുക്കന്റെ വീട്ടിൽ പോയി എന്തെങ്കിലും ചെയ്യാനുള്ള പരിപാടിയാണോ എന്ന് വിളിച്ചു നോക്കിയെന്ന് രേഖ വീണ്ടും പറയുന്നുണ്ട്. സാന്ദ്ര തന്റെ മൊബൈൽ എടുത്ത് വിളിച്ചു നോക്കുമ്പോഴേക്കും സ്വിച്ച്ഡ് ഓഫ് ആണെന്ന് പറയുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കല്യാണമല്ലേ, ഇപ്പോ എന്തെങ്കിലും ചെയ്താൽ അത് അതിനേക്കാളും വലിയ പുലിവാലാവും എന്ന് രേഖ പറയുന്നത് കേൾക്കെ ഹേമയും പൊട്ടിക്കരഞ്ഞോണ്ടിരിപ്പുണ്ട്.
പിന്നീട് സുഭാഷിന്റെ അമ്മായിയുടെ വീടാണ് കാണിക്കുന്നത്. സുനന്ദ അവിടെ സിറ്റൗട്ടിലിരുന്ന് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അലക്കി പിഴിഞ്ഞിടാനായി വരുന്ന അവളുടെ അമ്മ അവളെ കണ്ട് ഏതു നേരവും ആ കുന്തത്തിൽ തോണ്ടിക്കൊണ്ടിരുന്നോ, എനിക്കിതൊക്കെ ഒന്ന് അലക്കിയിട്ടാൽ എന്താ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും സുനന്ദ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇരിക്കണ കണ്ട് ഡി നീ അവിടെ എന്തെടുക്കുവാന്ന് ദേഷ്യത്തോടെ അവർ ചോദിക്കുന്നുണ്ട്. ഒന്നും ചെയ്യുന്നില്ലെന്ന് അവൾ പറയുമ്പോൾ അതാണ് ഇതൊക്കെ അലക്കിയിട്ടാ വളയൂരി പോവല്ലോ എന്നവർ പറയുമ്പോഴേക്കും അല്ലെങ്കിലും അലക്കുന്നത് അമ്മയല്ലല്ലോ, വാഷിംഗ് മെഷീൻ അല്ലേ, കുറച്ചു കഴിഞ്ഞ് ഞാൻ എടുത്ത് വിരിച്ചേനെ, അപ്പോഴേക്കും അമ്മ എന്തിനാ എടുത്തേന്ന് അവളും ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് പാട്ടിന്റെ ശബ്ദം കേട്ട് കുറച്ചു നേരമായല്ലോ പാട്ടൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട്, ഇതെവിടുന്നാണാവോ എന്ന് അവളുടെ അമ്മയും പറയുന്നുണ്ട്. സുനന്ദയും ചെവിയോർത്ത് കേട്ടിട്ട് സുഭാഷേട്ടന്റെ വീട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോഴേക്കും ദേഷ്യത്തോടെ അവിടെ എന്താടി വിശേഷം, എന്റെ തന്ത ചത്തോ എന്ന് ദേഷ്യത്തോടെ അവളോടായി ചോദിക്കുമ്പോഴേക്കും അതില് നടന്നു വന്ന ഒരാളോടായി എടാ ജോണി അതെവിടുന്നാടാ പാട്ട് കേൾക്കുന്നെന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഭാസ്കരേട്ടന്റെ വീട്ടിൽ നിന്ന് തന്നെയാ എന്ന് ജോണി പറയുമ്പോൾ എന്റെ ഭാസ്കരേട്ടനോ എന്ന് ചോദിച്ച് നീട്ടി തുപ്പിക്കൊണ്ട് ആ ബന്ധമൊക്കെ പണ്ടേ ഇല്ലാതായതാ എന്ന് പറയുന്നുണ്ട്. പിന്നെന്തിനാ ചോദിക്കുന്നേ എന്ന് അയാൾ ചോദിക്കുമ്പോൾ അതിപ്പോ അതെവിടുന്നാന്ന് എനിക്കറിയില്ലല്ലോ എന്ന് അമ്മായിയും പറയുന്നുണ്ട്. പാട്ട് മാത്രമല്ല എന്തോ വലിയൊരു ആഘോഷം നടക്കുന്നുണ്ട്, ലൈറ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക എന്ന് ജോണിയുടെ കൂടെയുള്ള ഒരാളും പറഞ്ഞുകൊണ്ട് അവരവിടുന്ന് പോകുന്നുണ്ട്. അത് കേൾക്കാൻ അമ്മായിയും സംശയത്തോടെ ആഘോഷോ, ഇനിയിപ്പോ സുഭാഷിന്റെ കല്യാണം വല്ലതുമായിരിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഇത്ര പെട്ടെന്നോ, ഞാൻ അറിയാതെയോ എന്ന് ടെൻഷനോടെ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റുകൊണ്ട് സുനന്ദയും ആലോചനയോടെ നിൽപ്പുണ്ട്. അപ്പോഴേക്കും അമ്മായി അവളോടായി അതെ നീ ഒരു കാര്യം ചെയ്തേ, അവിടം വരെയൊന്ന് പോയി അന്വേഷിച്ചിട്ട് വന്നേ, ആരും അറിയാലോ എന്ന് അവളോടായി പറയുമ്പോഴേക്കും അവിടെ എന്ത് നടന്നാലും അമ്മയ്ക്ക് എന്താന്ന് സുനന്ദയും ചോദിക്കുന്നുണ്ട്. എന്ത് കുന്തമാണെന്ന് അറിയാലോ, നീയൊന്ന് പോയിട്ട് വന്നേ എന്ന് അമ്മ പറയുമ്പോഴേക്കും പക്ഷേ ഞാൻ അങ്ങോട്ട് പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ എന്ന് സുനന്ദയും ചോദിക്കുന്നുണ്ട്. ഓ അതുകൊണ്ട് അമ്മയെ അനുസരിച്ച് മോളങ്ങോട്ട് പോവാതിരിക്കുകയാണല്ലോ, പോയി വാടി എന്ന് അമ്മ പറയുമ്പോഴേക്കും അവളും മുറ്റത്തേക്ക് ഇറങ്ങി ചെരുപ്പിട്ടോണ്ട് അമ്മ ഒരു ജാതി സാധനമാ കേട്ടോ, സമ്മതിക്കണം എന്ന് പറയുമ്പോഴേക്കും അമ്മായി അവളുടെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങിക്കൊണ്ട് പോയിട്ട് വാടി, കാര്യം അറിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങ് വന്നേക്കണം, പിടിച്ചോണ്ട് വർത്താനം പറഞ്ഞ് അവിടെ എങ്ങാനും നിന്നാ പല്ലടിച്ച് താഴെയിടും, പറഞ്ഞില്ലെന്ന് വേണ്ട, പോയിട്ട് വാടി എന്നവളെ പറഞ്ഞു വിടുന്നുണ്ട്. സുനന്ദ അങ്ങോട്ട് എത്തുമ്പോഴേക്കും കാണുന്നത് ലൈറ്റും പാട്ടുമെല്ലാം വെച്ച് നികേഷും ഹരീഷും ഫ്രണ്ട്സും എല്ലാം ആടി തിമിർക്കുന്നതാണ്. സുനന്ദ അങ്ങോട്ട് ചെന്ന് എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും കേൾക്കുന്നില്ല എന്ന് നികേഷും പറയുന്നുണ്ട്. ഈ പാട്ടും ലൈറ്റും ഒക്കെ എന്തിനാന്ന് അവൾ വീണ്ടും വിളിച്ചു ചോദിക്കുമ്പോഴേക്കും അവർ മൈൻഡ് ചെയ്യാതെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കണ കണ്ട് അവൾ അവരുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ പിടിച്ചു വാങ്ങി പാട്ട് ഓഫ് ചെയ്യുമ്പോഴേക്കും ആ വൈബ് അങ്ങ് പോയി എന്ന് നികേഷും പറയുന്നുണ്ട്. വൈബൊക്കെ ഉണ്ടാക്കാം, ആദ്യം കാര്യം പറയുന്നു സുനന്ദയും. ഈ പാട്ടും ലൈറ്റും ഒക്കെ എന്തിനാ, ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണോ, ആണെങ്കിലും ഇതൊന്നും പതിവില്ലല്ലോ എന്ന് സുനന്ദ അമ്പരപ്പോടെ ചോദിക്കുമ്പോൾ അതൊന്നുമല്ല എന്റെ ചേട്ടന്റെ കല്യാണ ദേ പോരെ എന്ന് അവളോടായി ചോദിച്ചോണ്ട് ചന്തു മേടിച്ച് പാട്ട് വെക്കടാന്ന് പറയുന്നുണ്ട് നികേഷ്. അതികൾക്ക് ചന്തുവും അവളുടെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങിക്കൊണ്ട് പാട്ട് വെച്ച് വീണ്ടും ഡാൻസ് തുടങ്ങുന്നുണ്ട്. എല്ലാവരും ചേർന്ന് അവളുടെ ചുറ്റും നിന്ന് ഡാൻസ് കളിക്കുമ്പോഴേക്കും നിങ്ങളുടെ ചേട്ടന്റെ കല്യാണമാണോ, എന്നിട്ട് ആരും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നവൾ ചോദിക്കുമ്പോ അതിന് നിന്നോടെന്തിനാ പറയണേ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. എന്റെ അമ്മയുടെ സ്വഭാവം അങ്ങനെയാണെന്ന് വെച്ച് എന്നോട് പറയാതിരിക്കേണ്ട കാര്യമുണ്ടോ, ഞാൻ എല്ലാ ദിവസവും ഇങ്ങോട്ട് വരുന്നതല്ലേ, എന്നോടൊരു വാക്ക് പറയണ്ടേ എന്നവൾ ചോദിക്കുമ്പോഴേക്കും ചെവി പൊട്ടുന്നു, ശബ്ദം കുറയ്ക്കെന്ന് പറഞ്ഞ് സുഭാഷും അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അവനെ കണ്ട് പരിഭ്രമത്തോടെ ആരെ പെണ്ണ്, എന്താ എന്നോട് പറയാതിരുന്നേ എന്ന് സുനന്ദ ചോദിക്കുന്നുണ്ട്. പാട്ടിന്റെ ബഹളം കൊണ്ട് എടി കേൾക്കുന്നില്ലെന്ന് സുഭാഷ് പറയുന്നുണ്ട്. വീണ്ടും അവൾ ഉച്ചത്തിൽ പെണ്ണ് ആരാന്ന് ചോദിക്കുമ്പോഴേക്കും എടാ ചന്തു ആ പാട്ടിന്റെ ശബ്ദം ഒന്ന് കുറയ്ക്കെന്ന് സുഭാഷ് വിളിച്ചു പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷും അങ്ങോട്ട് വന്ന ചിരിയോടെ സുഭാഷേട്ടന്റെ കല്യാണം എന്ന് കരുതിയാ എന്ന് പറയുന്നുണ്ട്. സുഭാഷേട്ടന്റെ കല്യാണം എന്ന് പറഞ്ഞു, എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ എന്നവൾ പരിഭവത്തോടെ ചോദിക്കുമ്പോ എനിക്കോ, ആര് പറഞ്ഞു എന്ന് സുഭാഷും. നികേഷ് എന്ന് സുനന്ദ പരിഭവത്തോടെ പറയുമ്പോൾ എടി എനിക്കല്ല സുധീഷിനാ കല്യാണം എന്നവളോടായി പറഞ്ഞോണ്ട് എടാ എന്തിനാടാ അവളെ എന്ന് നികേഷിനോടായി ചോദിക്കുന്നുണ്ട് സുഭാഷ്. ഇതൊക്കെ ഒരു രസമല്ലേ എന്ന് നികേഷും. അതും പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും അവരുടെ ചുറ്റും നടന്ന് ഡാൻസ് കളിക്കുമ്പോഴേക്കും സുനന്ദയും ചിരിയോടെ നിൽപ്പുണ്ട്. സുഭാഷും അവരോടായി വിളിച്ചു പറയുന്നുണ്ട് എടാ പതുക്കെ നാട്ടുകാരോടി വരുമെന്ന്. എന്നിട്ട് സുനന്ദയോടായി നിനക്ക് ഡാൻസ് ഒന്നും കളിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ടെന്ന് ചിരിയോടെ പറഞ്ഞ് സന്തോഷത്തോടെ അവളും അവിടെ നിൽപ്പുണ്ട്. അവിടെ നിധിയുടെ വീട്ടിൽ രാജീവ് അപ്പോഴും ടെൻഷനോടെ തന്റെ റൂമിൽ നടന്നുകൊണ്ടിരിക്കുക. പിന്നീട് അദ്ദേഹം തളർച്ചയോടെ കട്ടിലേക്ക് ഇരുന്നുകൊണ്ട് ഇനി എങ്ങനെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുഖത്തു നോക്കും, എല്ലാവരും പരിഹസിച്ച് ചിരിക്കും, അപമാനം കൊണ്ട് തല കുനിക്കേണ്ടി വരും, ഇത്രയും കാലം കൊണ്ടുണ്ടാക്കിയ അന്തസ്സെല്ലാം പോയിട്ട് എന്തിനിങ്ങനെ ജീവിക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആലോചനയോടെ ഇരിപ്പുണ്ട്. അവിടെ സുഭാഷിന്റെ വീട്ടിൽ 2 താലവുമായി പുറത്തേക്ക് ഇറങ്ങി വരുന്ന സുഭാഷിനെയാണ് കാണിക്കുന്നത്.
അവൻ സുനന്ദയോടായി നീ പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും എന്താ ഏട്ടാ അതെന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. ഇത് ആർത്തിയല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ആർത്തിയല്ല സുഭാഷ് ഏട്ടാ, ആർത്തി എന്ന് ചിരിയോടെ പറഞ്ഞോണ്ട് എന്റെ സുഭാഷ് ഏട്ടാ ആരതി എന്നവൾ പറയുന്നുണ്ട്. ആരതി എന്ന് സുഭാഷ് പറയുമ്പോൾ ഇതെന്തിനാ രണ്ടെണ്ണം എന്ന് സുനന്ദ അവന്റെ രണ്ട് കൈയിലെ താലവും നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. വേണ്ടേ എടി ഇവിടെ രണ്ടുപേരില്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും ഓ സുഭാഷ് ഏട്ടാ രണ്ടുപേർക്കും കൂടി ഒന്ന് മതി, മാത്രമല്ല ആരതി ഒഴിയേണ്ടതേ കുടുംബത്തിലെ പെണ്ണുങ്ങളാ എന്നവൾ പറയുന്നത് കേട്ട് വെപ്രാളത്തോടെ അതിനിപ്പോ എന്തു ചെയ്യും ഹരീഷേ, എന്തു ചെയ്യുമിടാന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എന്നാ പിന്നെ അമ്മായിയെ വിളിച്ചൂടെ എന്ന് ചന്ത ചോദിക്കുമ്പോ എന്നാ പിന്നെ അതിനോടൊപ്പം ഗുണ്ടു പൊട്ടുന്ന പോലെ രണ്ടാട്ടും കിട്ടും ഭാന്ന് പോരെ എന്ന് ടിൻഡോയും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുനന്ദയും സുഭാഷിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ചെയ്താ മതിയോ ഇങ്ങു താ എന്ന്, നിന്റെ അമ്മ ഇനി വഴക്കു പറയൂ എന്ന് സുഭാഷ് സംശയത്തോടെ ചോദിക്കുമ്പോ ഏയ് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വരാനാ എന്നോട് പറഞ്ഞത്, അതിനുവേണ്ടി ചെയ്തതാണെന്ന് പറയാം ഇങ്ങത്താ എന്ന് പറയുമ്പോഴേക്കും സുഭാഷ് ആ താലം സുനന്ദയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. വഴക്കു പറയോ എന്ന് സുഭാഷ് വീണ്ടും സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും ഒരു വണ്ടിയുടെ ഹോൺ ശബ്ദം കേൾക്കുന്നുണ്ട്. വഴിയിൽ നോക്കി നിൽക്കായിരുന്ന നികേഷും അങ്ങോട്ട് ഓടി വന്ന് സുഭാഷ് ഏട്ടാ ദാ സുധീഷേട്ടനെത്തി, അപ്പം കല്യാണ പെണ്ണുമുണ്ട് എന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ട്. എല്ലാവരും അത് കണ്ട് സന്തോഷത്തോടെ നോക്കി നിൽക്കുമ്പോഴേക്കും സുധീഷും തന്റെ ജീപ്പുമായി മുറ്റത്തേക്ക് എത്തുന്നുണ്ട്. സുധീഷ് ജീപ്പ് നിർത്തുമ്പോഴേക്കും നാട്ടുകാരെല്ലാം അവിടെ കണ്ട് യോ നാട് മുഴുവൻ അറിഞ്ഞ ലക്ഷണമുണ്ടല്ലോ എന്ന് ടെൻഷനോടെ സ്വയം പറയുന്നുണ്ട്. എല്ലാവരെയും കണ്ട് ടെൻഷനോടെ എന്താ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്നേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അറിയില്ല, പോലീസ് സ്റ്റേഷനിൽ ലീക്കായി ആളുകൾ അറിഞ്ഞു കാണോ ആവോ എന്നവൻ നിധിയോടായി പറയുമ്പോഴേക്കും എല്ലാവരും ജീപ്പിനരികിലേക്ക് വന്ന് അവരെ തന്നെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അവന്റെ അമ്മായിയും വല്യച്ഛനും അങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാവരും അവിടെ കൂടി നിൽക്കുന്ന കണ്ട് ആളുകളോട് വണ്ടിയുടെ മുന്നിൽ നിന്ന് മാറാൻ പറ, അവരകത്തേക്ക് കയറട്ടെ എന്ന് സുഭാഷ് നികേഷിനോടായി പറയുമ്പോഴേക്കും നികേഷും അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ട്. അവരോടും മാറി നിൽക്കാനായി പറഞ്ഞോണ്ട് എത്ര നേരായി കാത്തിരിക്കുന്നു, ഇറങ്ങി വാ ചേട്ടാ ഇറങ്ങി വാ എന്ന് സന്തോഷത്തോടെ നികേഷ് സുധീഷിനോടായി പറയുന്നുണ്ട്. സുധീഷും വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും പെണ്ണ് നന്നായിരിക്കുന്നല്ലേ, കൊള്ളാം, നല്ല സുന്ദരി കുട്ടി, എന്നാലും ഈ ഒരു കുടുംബത്തിലേക്ക് വരാൻ തോന്നിയല്ലോ എന്നൊക്കെ നാട്ടുകാരായ സ്ത്രീകൾ അടക്കം പറയുന്നുണ്ട്. ഈ വണ്ടി നിറങ്ങി വന്ന് അവന്റെ കൂടെ വന്ന് നിൽക്കുമ്പോഴേക്കും നല്ല കുട്ടിയല്ലേ എന്ന് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സുഭാഷും സുനന്ദയോടായി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നികേഷ് ഹരീഷ് ഏട്ടാന്ന് വിളിച്ച് ചൂളമടിക്കുമ്പോഴേക്കും റെഡി എന്ന് ഹരീഷും വിളിച്ചു പറയുന്നുണ്ട്. അത് കേൾക്കെ ചന്തവും മാലപ്പടക്കത്തിന് തിരികൊളുത്തുന്നുണ്ട്. പെട്ടെന്ന് പടക്കം പൊട്ടിയ ശബ്ദം കേട്ട് സുധീഷും നിധിയും അന്താളിപ്പോടെ നിൽക്കുമ്പോഴേക്കും എങ്ങനെയുണ്ടെന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. വളരെ നന്നായിരിക്കുന്നു എന്ന് ടെൻഷനോടെ സുധീഷ് പറയുമ്പോഴേക്കും തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ, വാ എന്ന് നികേഷ് അവരെ വിളിക്കുന്നുണ്ട്. നിധി ദേഷ്യത്തോടെ അവനെ നോക്കുമ്പോഴേക്കും ദൈവമേ കുഴഞ്ഞല്ലോ എന്ന് സുധീഷും ടെൻഷനോടെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ വലിയ ശബ്ദത്തിൽ പാട്ടും വെച്ച് തുടങ്ങിയിരുന്നു. വാ ഏട്ടെന്ന് വിളിച്ചോണ്ട് നികേഷ് അവിടെ നിന്ന് പോകുമ്പോഴേക്കും എന്തിനാ ഈ പാട്ടും പടക്കവും ഒക്കെ എന്ന് പരിഭ്രമത്തോടെ നിധിയും ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല സത്യമായിട്ടും, ശരിക്കുമുള്ള കാര്യമറിയാതെ ഇവരതെല്ലാം ആഘോഷമാക്കി എന്നാ തോന്നുന്നേ എന്ന് പരിഭ്രമത്തോടെ സുധീഷ് പറയുമ്പോഴേക്കും സുധീഷേ ശരിക്കും നിന്റെ വീട്ടുവിശേഷമൊക്കെ പറഞ്ഞു കൊടുത്താണോ കൊണ്ടുവന്നേ അതോ ചതിച്ച് കൂടെ കൂട്ടിയതോ എന്ന് നാട്ടുകാരിയായ ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ട്. എല്ലാം കണ്ടുകൊണ്ട് മാറി നിൽക്കുകയായിരുന്ന അമ്മായിയോടായി വല്യച്ഛൻ പറയുന്നുണ്ട്. ജോലിക്ക് പോയടത്തുനിന്ന് അടിച്ചു മാറ്റിയതാണെന്ന് തോന്നുന്നു, ഇച്ചിരി വഴക്കും ബഹളവും ഒക്കെ ഉണ്ടായെന്നാ കേട്ടെ എന്ന് വല്യച്ഛൻ പറയുന്നുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് മയക്കി കടത്തിക്കൊണ്ട് വന്നതായിരിക്കും ഏട്ടാ, അല്ലെങ്കിൽ ഇവനെയൊക്കെ ആര് കല്യാണം കഴിക്കാൻ അമ്മായിയും പറയുന്നുണ്ട്. സുധീഷ് അവളെയും കൊണ്ട് ഉമ്മറത്തേക്ക് ചെല്ലുമ്പോഴേക്കും സുഭാഷ് സുനന്ദയുടെ കയ്യിലെ താളത്തിൽ ആരതി കത്തിക്കാനായി തുടങ്ങുന്നുണ്ട്. അത് കണ്ട അമ്മായിയും ദേഷ്യത്തോടെ മാറടാ അങ്ങോട്ട് എന്ന് പറഞ്ഞ് നാട്ടുകാരെ തള്ളി മാറ്റിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്ന് സുനന്ദയുടെ കയ്യിലുള്ള ആ താലം തട്ടി മാറ്റുന്നുണ്ട്. ഇവിടെ വന്ന് ആരതി എടുക്കാൻ നീ ആരാടി ഇവരുടെ, ഇറങ്ങി പോടി ഇവിടുന്ന്, വാടി ഇവിടെ വരാനല്ലേ പറഞ്ഞത്, ഈ വീട്ടിലേക്ക് ഏതോ ഒരു പെണ്ണ് വരാൻ പോവുക, അവൾക്കൊക്കെ ആരതി എടുക്കാൻ നീ ആരാടി എന്ന് വഴക്ക് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചോണ്ട് പോകുന്നുണ്ട് അമ്മായി. അമ്മേ ഞാൻ പറയുന്നത് കേൾക്കമ്മേ, സുഭാഷിട്ടാ അമ്മേ എന്നൊക്കെ വിളിച്ചോണ്ട് സുനന്ദയും ടെൻഷനോടെ അവിടുന്ന് പോകുന്നുണ്ട്. വല്യച്ഛനും അവരുടെ പുറകെ നടന്നു നീങ്ങുന്നുണ്ട്. സുധീഷും നിധിയും അമ്പരപ്പോടെ നിൽക്കുമ്പോഴേക്കും ഏയ് പേടിക്കാനൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ഒരെണ്ണം കൂടിയുണ്ട്, അതെടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് സുഭാഷ് അകത്തോട്ടായി പോകുന്നുണ്ട്. അപ്പോഴേക്കും ജിൻഡോയും ചന്തുവിനോടായി പറയുന്നുണ്ട്. ഇപ്പോഴാ ആർത്തിയും ആരതിയും കറക്റ്റ് ആയതെന്ന്, അതെങ്ങനെ എന്ന് ചന്തു ചോദിക്കുമ്പോ എടാ ആർത്തി മൂത്ത് 2 ആരതി തട്ടുണ്ടാക്കിയില്ലേ, അതിപ്പോ ഗുണമായല്ലോ എന്ന് അവനും പറയുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷ് പുതിയ ആരതി തട്ടുമായി പുറത്തേക്ക് വരുന്നുണ്ട്. അവനത് നികേഷിനെ വിളിച്ചു കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ഞാനോ എന്ന് അവനും ചോദിക്കുന്നുണ്ട്. അങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് സുഭാഷ് അവനെ വിളിക്കുമ്പോഴേക്കും അവനും അരികിലേക്ക് എത്തുന്നുണ്ട്. സുഭാഷ് ആ തട്ട് അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തോണ്ട് തീപ്പെട്ടി ഉരച്ച് ആരതിക്ക് തിരികൊളുത്തുന്നുണ്ട്. ആരതി ഒഴിയെന്ന് സുഭാഷ് അവനോടായി പറയുമ്പോഴേക്കും ഏട്ടാ ഞാൻ എന്ന് നികേഷും ചോദിക്കുന്നു. ഇങ്ങനെ കാണിക്കടാന്ന് സുഭാഷ് അവന് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും നികേഷും പരിഭ്രമത്തോടെ 2 പേരെയും ആരതി ഒഴിയുന്നുണ്ട്. ആരതി എല്ലാം കഴിഞ്ഞ് സുഭാഷ് സന്തോഷത്തോടു കൂടി 2 പേരെയും അകത്തേക്ക് വിളിക്കുന്നുണ്ട്.
അവരകത്തേക്ക് കയറാനായി തുടങ്ങുമ്പോഴാണ് ഞാനുമുണ്ടേ കൂയ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ തന്റെ സൈക്കിളിൽ അങ്ങോട്ട് വരുന്നത്. ശബ്ദം കേട്ടവർ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അച്ഛനെ കണ്ട് അയ്യോ എന്ന് സുധീഷും പറയുന്നുണ്ട്. സ്ഥലത്തെ എല്ലാ പ്രമാണിമാരും ഉണ്ടല്ലോ ഭാസ്കരന്റെ വീട്ടില് എന്ന് ചിരിയോടെ പറഞ്ഞ് സൈക്കിൾ ഓടിച്ചു വന്ന് സൈക്കിൾ സ്റ്റാൻഡിൽ ഇട്ടുകൊണ്ട് ഭാസ്കരൻ അതിൽ നിറങ്ങി സ്ഥലത്തെ സകല പ്രമാണികളും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. കണ്ടോടാ എന്റെ മോൻ കൊണ്ടുവന്നത് കണ്ടോടാ, കാണ് എല്ലാരും കണ്ണു തുറന്ന് കാണ്. ഭാസ്കരനിപ്പോ മനസ്സ് നിറഞ്ഞടാ, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചോണ്ട് തന്റെ അരയിൽ നിന്നും ഒരു ബ്രാൻഡി കുപ്പിയെടുത്ത് മൂടി തുറന്ന് വായിലേക്ക് ഒഴിച്ച് കുടിക്കുന്നുണ്ട് ഭാസ്കരൻ. വീണ്ടും ആ കുപ്പി തന്റെ അരയിലേക്ക് തന്നെ വെച്ചുകൊണ്ട് ഡാ വെക്കട പാട്ടെന്ന് ചന്തുവിനോടായി ഭാസ്കരൻ പറയുന്നുണ്ട്. ഇപ്പൊ വെക്കാമെന്ന് പറഞ്ഞ് ചന്തു ആ പാട്ട് വെക്കുമ്പോഴേക്കും ആ പാട്ടിനൊത്ത് ഭാസ്കരനും സന്തോഷത്തോടെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഡാൻസ് എല്ലാം കളിച്ചു കഴിഞ്ഞ് അമ്പരപ്പോടെ നിൽക്കുന്ന നിധിയുടെ അരികിലേക്കായി ചെന്നുകൊണ്ട് ഹലോ ദാ ആരായി നിൽക്കുന്നേ? മൈ ഡിയർ ഡോട്ടർ ഇൻ ലോ, മീറ്റ് യുവർ ഫാദർ ഇൻ ലോ, ഐ ആം ഭാസ്കരൻ കിഴക്കേപ്പുറം എന്ന് പറഞ്ഞ അവളുടെ നേരെ ഷെയ്ക്ക് ഹാൻഡിനായി കൈ നീട്ടുമ്പോഴേക്കും സുധീഷ് അച്ഛന്റെ കൈ പിടിച്ചു മാറ്റുന്നുണ്ട്. സന്തോഷം കൊണ്ടല്ലേടാ മോനെ എന്നവനോടായി ചോദിച്ചോണ്ട് അല്ലേ മോളെ എന്ന് പറഞ്ഞ എല്ലാവരോടും മഴി ഡാ കൈയടിക്കടാ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കെ എല്ലാവരും കൈയടിക്കുമ്പോഴേക്കും പാട്ടിടറാന്ന് ഭാസ്കരനും വിളിച്ചു പറയുന്നുണ്ട്. വീണ്ടും പാട്ടിനൊത്ത് ബ്രാൻഡിയും കുടിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട് ഭാസ്കരൻ. അത് കണ്ട് ഹരീഷ് പോ എന്ന് പറഞ്ഞ് സുഭാഷിനെ അച്ഛന്റെ അടുത്തേക്കായി പറഞ്ഞു വിടുന്നുണ്ട്. സുഭാഷ് അച്ഛന്റെ അരികിലേക്കായി ചെന്ന് അച്ഛൻ മദ്യപിച്ചിങ്ങനെ ഒച്ച വെക്കല്ലേ, ആളുകൾ കളിയാക്കും അച്ഛ എന്ന് പതിയെ പറയുന്നുണ്ട്. സന്തോഷം കൊണ്ടല്ലേ മോനെ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോഴേക്കും അച്ഛൻ ഇന്ന് ഇങ്ങോട്ട് വന്നേ, ഞാൻ പറയുന്നത് കേട്ടൂടെ, ഇങ്ങോട്ട് വന്നേ എന്ന് സുഭാഷ് വിളിക്കുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും രഹസ്യം പറയാനുണ്ടോ? ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് പറയാൻ പറ്റില്ലെന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. വാ എന്ന് സുഭാഷ് വിളിക്കുമ്പോഴേക്കും നമുക്കവിടെ മാറി നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഭാസ്കരനും അവന്റെ കൂടെ ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും നികേഷ് സുധീഷിനോടായി ചേട്ടാ വാ ഉള്ളിലേക്ക് പോവാം എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. സുധീഷ് പരിഭ്രമത്തോടെ നിന്ന് വേറെ എന്ന് പറയുമ്പോഴേക്കും വേറൊരു കുഴപ്പവുമില്ലെന്ന് ഹരീഷും പറയുന്നുണ്ട്. വണ്ടിന്ന് ബാഗ് എടുത്തെന്ന് നികേഷിനോടായി പറയുമ്പോഴേക്കും നികേഷ് അതെടുക്കാനായി ഓടുന്നുണ്ട്. സുഭാഷും അപ്പോഴേക്കും അങ്ങോട്ട് വന്ന് മോനെ അകത്തേക്ക് വന്ന് സുഭാഷും പറയുന്നുണ്ട്. നികേഷ് ബാഗ് കൊണ്ട് കൊടുക്കുമ്പോഴേക്കും നിധി ബാഗുമായി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും വലതുകാല് എന്ന് സുധീഷ് പറയുന്നത് കേട്ട് അമ്പരപ്പോടെ അവനെ നോക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.